ഞാൻ ഈ വേൾഡ് തുടങ്ങിയപ്പോൾ എന്തോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? ഞാൻ ഇനി ഉഴപ്പത്തില്ല, ഞാൻ ഹാർഡ് വർക്കിംഗ് യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞല്ലേ ഗൈസ് ഞാൻ ഈ വേൾഡ് തുടങ്ങിയത്. ഗൈസ് ഇപ്പം പക്ഷേ ഞാൻ അങ്ങനെയാണോ? അങ്ങനെയല്ല ഗൈസ്. സ്കൂളൊക്കെ തുറന്ന് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ പണിയാണ്. സോ പഠിക്കുന്നതിനിടയ്ക്ക് നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഓർമ്മ വരുമെങ്കിലും പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഗൈസ്. അതാണ് ടൈമൊന്നും കിട്ടത്തില്ല, അതാണ് ഗൈസ് വീഡിയോ ഇടാത്തത്. മാത്രമല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ഇന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും നെതറൈറ്റ് ആർമർ ആവുമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് നമ്മളിന്ന് നെതറൈറ്റ് ആർമർ ആകുമ്പോഴാണ്. നെതറൈറ്റ് ആർമർ എന്തായാലും ആയിരിക്കും, നമ്മൾ ഫുൾ ടൂൾസ് ആവുമെന്ന് ഉറപ്പില്ല. എന്തായാലും നമ്മളൊരു സോഡും പിക്കാസ് ചെയ്യാനുള്ള എങ്ങനെയെങ്കിലും, പിക്കാസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, സോഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെങ്കിലും അത്രയും ഒരു ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ 10ാമത്തെ എപ്പിസോഡ് നമ്മൾ ഡ്രാഗനെ കൊല്ലും. ഡ്രാഗനെ കൊന്നു പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീരീസ് നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ കുറേ ബിൽഡ്സ് ഒക്കെ കൊണ്ടുവരണം ഗൈസ്. ബിൽഡ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കുറച്ച് പറക്കുന്ന ബിൽഡൊക്കെ, ഇത്ര ഹൈറ്റുള്ള ബിൽഡൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എലൈറ്ററാണ് ഗൈസ്. എലൈറ്ററൊക്കെയാണ് നമ്മൾ മെയിൻലി ഡ്രാഗനെ കൊല്ലുന്നത്. ഫസ്റ്റ് എനിക്ക് വിതറിനെ കൊല്ലണമെന്ന് ആഗ്രഹം, പക്ഷെ എന്തെങ്കിലും നമ്മൾ 10ാമത്തെ എപ്പിസോഡിൽ ഗൈസ് നമ്മൾ ഡ്രാഗനെ കൊല്ലും ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിതറിനെ കൊല്ലത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വാർത്തൻ അങ്ങനെ പോകും. നമ്മൾ സ്പോയിലർ ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ മേളിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ മേളിലോട്ട് എത്തിയില്ല, മേളിലോട്ട് പോവുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിരുന്നു. ഓക്കെ എന്താണ്, ഓക്കെ ഗൈസ് നമ്മൾ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിരുന്നു. നമ്മളിത് ഈ വാലബിൾസ് അല്ലേ, ഓക്കെ ഇത് തന്നെ നമ്മൾ മറ്റേ ബാസ്റ്റൺ അല്ലേ, ബാസ്റ്റൺ കണ്ടുപിടിച്ച് നമ്മളിത് ഒരു മറ്റേ ഈ ടെംപ്ലേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ സ്ക്രീൻഷോട്ട് പറ്റുമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. ആ സ്ക്രീൻഷോട്ട് ആയെന്ന് അറിയത്തില്ല. ഓക്കെ, ഇത് ഈ ടെംപ്ലേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ 3 സ്റ്റാക്ക് ഡയമണ്ട് ഗൈസ്. ഡയമണ്ട് നമ്മൾ ഈ ഫോർച്ച് പിക്കാക്സ് ഉള്ളതുകൊണ്ടാണ് ഗൈസ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇത്രയും 3 സ്റ്റാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡയമണ്ട് കിട്ടി. ഓക്കെ, നമ്മൾ ഈ ഷീർ കണ്ടേ, ഷീർ നമ്മൾ കുറച്ച് ഷീപ്പിനൊക്കെ മറ്റേ ഒരു കുഴിക്കകത്തിട്ടിട്ട് നമ്മൾ എന്തൊരു ഊളൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഈ പെട്ടിയിൽ നമ്മളിത് എന്തൊരു നോക്കട്ടെ തുറക്കടാ. ഓക്കെ തുറന്നിട്ട് നമ്മൾ ഇത്രയും ബെഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. കാരണം നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കണമെങ്കിൽ പൊട്ടിക്കണം, അല്ലെങ്കിൽ TNT ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട്, ഗൺ പൗഡർ ഫാമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ബെഡ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് മേളോട്ട് പോകണം. ഓക്കെ നമുക്ക് വയസ്സ് നമ്മൾ സാധനം പറഞ്ഞു നമുക്ക് നെതറിൽ പോകണ്ടേ. നെതറിൽ പോയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കണം. എന്തൊരു സാധനം പേര് അതിൻ്റെ പേര് സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. അത് തന്നെ സ്ഥലം കണ്ടുപിടിക്കണം, എന്നാലേ നമുക്കത് മൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കാര്യം മറന്നുപോയി. ഓക്കെ, ഇനി ഇവിടെ എത്തണം. ഓക്കെ, നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് കൂടെ ആയിരിക്കും ഗൈസ്. കാരണം നമ്മൾ നാളെ ഡ്രാഗൻ നാളെ ആകാതിരിക്കും, നാളെ മറ്റന്നാളേക്ക് ആകാം ഗൈസ്, പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തൊരു കുറച്ച് ബ്ലോക്സ് എടുക്കണം ഗൈസ്, കാരണം പില്ലറൊക്കെ ചെയ്ത് പോകേണ്ടതല്ലേ. ഓക്കെ, അയ്യോ ഇതെന്താണ് ഇവിടെ XP കിടക്കുന്നു? എന്താണാവോ, നമ്മൾ ഗോൾഡ് ആർമർ എടുത്തിട്ടില്ലല്ലേ. അയ്യോ പിഗ്ലിൻസ് ഒന്ന് അടിക്കായിരുന്നാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ആരും ഇല്ല. നമുക്ക് എന്തായാലും കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് എടുത്തേക്ക്. ഈ നെതറൊക്കെ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്, കാരണം പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങളെ കാണിച്ചില്ലേ ഗൈസ്, ഒറ്റ ക്ലിക്കിന് എത്ര നെതറൊക്കെ വരും. നോക്കി ഇത് മാറ്റിയേക്കാം. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം കണ്ടിരുന്നു, ഈ മറ്റേ മൈൻക്രാഫ്റ്റിലുണ്ടല്ലോ നമ്മൾ സീഡ് കൊടുക്കുമ്പോൾ സ്ട്രക്ചറൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്ന മാറുന്നെന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ളതാണ് ഗൈസ്. നിങ്ങൾ അറിയാൻ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പിന്നെ പട്ടപ്പെട്ടെന്ന് പൈസ പൊട്ടുന്നു. ഓക്കെ, ഇത്രയും ഒരു 3 സ്റ്റാക്ക് ആക്കണം ഗൈസ്. 3 സ്റ്റാക്ക് ആക്കിയിട്ട് നിങ്ങൾ കാണില്ല. 2 സ്റ്റാക്കും 8 ആയിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ ഈ ലാവാണത് അല്ലല്ലോ അപ്പുറത്ത്. ഓക്കെ, നമുക്ക് കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ട് ഗൈസ്, കാരണം നമുക്ക് മറ്റേ നെതറൈറ്റ് ഇതാക്കണമെങ്കിൽ ഇങ്കട്ട് ആക്കണമെങ്കിൽ നമുക്ക് ഗോൾഡ് വേണം. ഇങ്കട്ട് ആക്കണം, സ്മെൽറ്റ് ചെയ്യാൻ ഗോൾഡ് വരെ. ഓക്കെ, അത് കുറച്ച് അങ്ങോട്ട് തീരാത്തിട്ട് പോയി. ഓക്കെ, ഇത് സ്മെൽറ്റ് ചെയ്യാനല്ലല്ലോ അല്ലേ, സ്മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഇത് വെച്ച്. ഈ ഇങ്കട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫോർച്യൂൺ ഇതൊന്നും ഇവനെ അറ്റാക്ക് ചെയ്യൂ, അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഗോൾഡ് അങ്ങ് എടുത്തേക്കാം പെട്ടെന്ന്. അയ്യോ പെട്ടെന്ന്. ഓക്കെ, ഇത് ഒരുപാടുണ്ടല്ലോ ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പോവാം ഗൈസ്. പോകുന്നതിന് മുന്നേ നമുക്ക് ആ താഴത്തിരിക്കുന്ന ഗോൾഡും കൂടി എടുത്താലേ. എന്തായാലും അതും കൂടി എടുത്തിട്ട് പോവാം. ഇവിടെ ബ്രൂട്ടൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അയ്യോ ഗൈസ്, നിങ്ങൾ നേരത്തെ അവിടെ നടന്നൊന്നും കണ്ടില്ലല്ലോ. എൻ്റെ കൈ തട്ടിയാണെങ്കിൽ അറിയാതെ റെക്കോർഡ് ഓഫായിപ്പോയി. പണ്ടാലും ഗൈസ് അവിടെ ഒരു മുട്ട ഫൈറ്റ് നടക്കേണ്ടി വരും ഗൈസ്. എന്നെ ആരും അടിച്ചില്ല. എൻ്റെ ഒരു സ്റ്റാക്ക് ബ്ലോക്ക് അങ്ങനെ തീർന്നിട്ടുണ്ട്. ഞാനത് പില്ലർ ചെയ്ത് അത് കാണണേ ഗൈസ്. മറ്റേ ബെഡ് റോക്കൊക്കെ ഓക്കെ രാത്രിയേ മറ്റേ ബെഡ് റോക്ക് അല്ലല്ലോ, ബെഡ് വാർസ് കളിക്കത്തില്ല അവരെ പോലെ ഞാനിങ്ങനെ ചാടി പില്ലർ ചെയ്ത് എൻ്റെ പിന്നെ ഈ മണ്ടാരം ഗോൾഡാറാൻ വിട്ടിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. സിനിമ നമുക്ക് എന്തെങ്കിലും കിടന്ന് ഉറങ്ങിയേക്കാം. ഓക്കെ, പെട്ടെന്ന്. ഓക്കെ ഗൈസ്, നിങ്ങൾ ആ നെതറൈറ്റ് ആകുമ്പോൾ ഓക്കെ ഈ ഗോൾഡൊന്ന് മാറ്റിയേക്കാം. ഗോൾഡ് എത്ര ഇങ്ങോട്ട് കിട്ടാവോ? ഇതെന്ത് ഗോൾഡ് എവിടെ? ഓക്കെ, ഗോൾഡൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ,
ഏത് ഗോവയാ? അയ്യോ പക്ഷേ ഇതെന്തിരി? ഓക്കെ 8 ഇങ്കട്ട് കിട്ടുക. 8 ഇങ്കട്ട് പോരാ, എത്രയോ 16 ഇങ്കട്ടോ അങ്ങനെ എങ്ങനെയാണ് കേസ് വേണ്ടത്. ഓക്കെ നമ്മൾ നെതറൈറ്റ് ആർമർ ആക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സംഭവമാണ് ഈ ഗോൾഡ്. നമ്മൾ കുറേ പേര് ഗോൾഡ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് ഇതാക്കും. ഗോൾഡ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും. ഇതെന്താ ഇത്? ഈ വഴിയൊന്ന് വലുതാക്കണം. ഇതെന്താ ഇറങ്ങിപ്പോകാൻ പറ്റാത്തേ? ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തുനിന്ന് ഈ ഗോൾഡ് എടുത്ത് വെച്ചേക്കാം. ഓക്കെ ഇനി നമുക്കൊരു സോഡ് ഈ ഇങ്ങോട്ട് കൂടെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ബെഡൊക്കെ എടുക്കണം. ഓക്കെ ഇതൊന്നും ഓക്കെ ബെഡൊക്കെ എടുക്കണം. നമ്മൾ നമ്മുടെ ഫൈറ്റിന് പോകാൻ പോവാണ്. ഫൈറ്റല്ല, നമ്മുടെ ട്രഷർ ഹണ്ടിങ്ങിന് പോകാൻ പോവാണ് ഗൈസ്. നമ്മുടെ ട്രഷർ എന്ന് പറയുന്നത് നെതറൈറ്റ് ആണ്. നെതറൈറ്റ് അല്ലല്ലോ, ഡിബിരി. അത് തന്നെ, നെതറൈറ്റ് ഇങ്കട്ടാണ്. ഓക്കെ ഡിബിരി മെനിങ്ങിന് പോകണം. അപ്പോൾ നമ്മളോടൊരു കാര്യം പറയണ്ട ഗൈസ്. ഓക്കെ ഗൈസ് ഇതൊരു വലിയ ട്രഷർ ഹണ്ടിങ്ങാണ് ഗൈസ്. വൺ പീസിനെ കാട്ടിയും അങ്ങനെ കുറേ ആനിമീസിനെ കാട്ടിയൊക്കെ വലിയൊരു ട്രഷർ ഹണ്ടിങ്ങാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഇതിൽ വഴി ഞാൻ മരിച്ചു വരെ, ഐ മീൻ ഈ സ്റ്റീവ് മരിച്ചെന്ന് വരെ കാണേക്കാം. അതുകൊണ്ടൊന്നുമില്ല ഗൈസ്, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളിത് താഴത്തോട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്കിത് ഈ ചവറെല്ലാം നമുക്കിത് ഇതിനകത്തെടുത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് 2-3 ആവശ്യം നമുക്ക് ഈ ആക്സും ചവറിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുത്തില്ല. ഓക്കെ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഇരിക്കട്ടെ, നല്ലതാണ്. ഓക്കെ ഇനി നമുക്കിത് ഈ ആവശ്യമില്ല ഇതെന്ത്. ഓക്കെ ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. ശവല് ആക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെന്താ? ഓക്കെ ശവല് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ആക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ നമുക്ക് സോഡ് എടുത്തേക്കാം ഗൈസ്. സോഡില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പണി കിട്ടും. നമുക്ക് ഈ ബോ വേണ്ടായിരിക്കും അല്ലേ? ഓക്കെ വാട്ടർ ബക്കറ്റ് വേണ്ട. വാട്ടർ ബക്കറ്റിന് ഇതെന്താണ്? പവർ 2 ഓക്കെ ഇത് ഒന്നുകൂടി. ഓക്കെ ബോ എടുത്തേക്കാം, ചിലപ്പോൾ നമുക്ക് പണി കിട്ടുക. ഈ ഗാസ്റ്റൊക്കെ ഒന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇരിക്കാം. ഓക്കെ നമ്മൾ ഷിയർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഈ വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യമില്ല, നെതറിൽ വാട്ടർ ഒഴിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും ഈ ബെഡൊക്കെ എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചേക്കാം. ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ ഈ നെതറാക്ക് വേണ്ട, നമുക്ക് ശരി ഡേർട്ട് എടുക്കാം. ഡേർട്ടാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കുകയും ചെയ്യാം, വേറെ കാര്യം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഡേർട്ട് തന്നെ എടുക്കാം. നെതറാക്ക് നമുക്ക് അയ്യോ നമ്മൾ പിക്കാക്സ് എടുത്തില്ലല്ലോ, അത് ശരി. ഓക്കെ ഗൈസ് അയ്യോ ഇതെന്താണ്? അയ്യോ ഇതെന്താ തന്നെയൊക്കെ നടന്നു പോകുന്നു ഗൈസ്. എൻ്റെ ഫോണിനൊക്കെ എന്താ പ്രശ്നം? ഗൈസ് നമുക്ക് എന്തായാലും പിക്കാക്സ് എടുത്തേക്കാം. ഓക്കെ ഇതൊന്നും നമ്മൾ എന്തോ തരയൊക്കെ ഇറങ്ങാനേ പറ്റുന്നില്ല. മഴ ഓക്കെ രാത്രി മഴ പെയ്ത് നമുക്ക് തണ്ടർസ്ട്രോമാണ്, കിടന്നുറങ്ങിയേക്കാം. യെസ് എഡിറ്റിങ്ങൊക്കെ ഞാൻ പതുക്കെ പഠിച്ചു വരുന്നുള്ളൂ. അതൊക്കെ വോയിസ് ഓവറായി ചെയ്യുന്നത്. എന്നാലും നമ്മൾ കുറച്ച് ബെറ്ററാക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ബാഗിൽ നമുക്ക് മൈക്കൊന്നും ഇല്ലാത്ത ഒരു ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പോരായ്മയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അയ്യോ ഇതെന്താണ്? സോംബിയോ? ഒറ്റടിക്കാവും. ഓക്കെ കത്ത്. ഓക്കെ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ യുദ്ധത്തിന് സോൾസ് ആൻഡ് നമുക്ക് യുദ്ധത്തിന് പോകണം ഗൈസ്. 3-4 സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ ഗൈസ് നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ നമ്മളത് ഇവിടെ നിന്നാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു ഗോൾഡ് ആർമർ എടുത്തിട്ടുണ്ട്. ഓക്കെ എല്ലാം സെറ്റല്ലേ? ഓക്കെ ഇനി നമുക്കിത് മൈനിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പൊന്നി ഓക്കെ ഇവിടെ നിന്ന് ഓരോന്ന് കിട്ടുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലാഗായി പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇവിടെ നിന്ന് കറങ്ങി നോക്കിയിട്ട് അവിടെ ഒരു എൻഡ് ഉണ്ട്, ചിലപ്പോൾ ഇവിടെ നിന്ന് കിട്ടാം ഗൈസ്. ഓക്കെ ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യാം. നമുക്ക് ഈ നെതറാക്ക് വെച്ച് ഒന്ന് ഇതാക്കിയേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരേ ലൈനിൽ പോകാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഈ മുറിഞ്ഞെന്നല്ല ഇങ്ങനെ പൊട്ടി ഒരുമാതിരി ആയിപ്പോവും. ഓക്കെ ഇതൊന്ന് ഓക്കെ നമുക്ക് പില്ലർ ചെയ്ത് പോവാം. പക്ഷെ ഇടക്കിടക്ക് നമ്മുടെ ഗെയിം ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ നമ്മൾ ടോർച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ ഇതങ്ങ് പൊട്ടിച്ചേക്കാം. അല്ല ഇതങ്ങ് വെച്ചേക്കാം. തിരിഞ്ഞ് ഗെയ്സ് പറയുന്നൊക്കെ എന്തോന്നാണാവോ ഇതെന്താണ്? ഓക്കെ ഈ സീൻ എന്തൊരു കാര്യം ചെയ്യുക ഗെയ്സ്, ഓരോ ഡിബിയിൽ കണ്ടുപിടിക്കുന്നതനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ നമ്മുടെ ഫസ്റ്റ് ബെഡ് പൊട്ടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. നമുക്ക് ഈ തീയൊക്കെ ഒന്ന് അണച്ച് നോക്കാം, എന്തെങ്കിലും കിട്ടിയാന്ന് നോക്കാമല്ലോ. ഓക്കെ നമുക്കിത് ഇതൊക്കെ ഒന്ന് അണച്ചേക്കാം. ഓക്കെ ഇതിൻ്റെ മുകളിൽ ബ്ലോക്ക് ആക്കാൻ പറ്റത്തില്ലേ? ഓക്കെ ഇസങ്ങ് അണച്ചേക്കാം. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലേ ഗൈസ്. അവിടെ കുറച്ച് ഗോൾഡ് ഉണ്ട്, അത് നമുക്ക് എന്തായാലും എടുത്തേക്കാം. ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്കട്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്കട്ടാക്കണമെങ്കിൽ നമുക്ക്, അതായത് നെതറൈറ്റ് ഇങ്കട്ടാക്കണമെങ്കിൽ നമുക്ക് ഗോൾഡ് വേണം. ഓ ഇത് ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഇതുപോലെയൊക്കെ നെതറൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഡിബിരി ഇങ്ങനെ നെതറൈറ്റായിട്ട് കിട്ടിയിരുന്നെങ്കിൽ സീനായിരുന്നേനെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ബെഡ് പൊട്ടിച്ച് അടുത്ത നമ്മൾ എന്തായാലും നെതറൈറ്റ് ഡിബിരി കണ്ടുപിടിച്ചിട്ട് നടത്തും ഗൈസ്. അങ്ങനെയാണ് നടന്നു വന്നപ്പോൾ കണ്ടത് ഇവിടെ ഒരു ബാസ്റ്റൺ ഇരിക്കുന്നു ഗൈസ്. പക്ഷെ ഇത് ഞാൻ കണ്ടുപിടിച്ച ബാസ്റ്റൺ അല്ല ഗൈസ്. ഞാൻ കണ്ടുപിടിച്ച ബാസ്റ്റൺ ഈ കോർഡിനേറ്റ്സ് അല്ല. ഓക്കെ ഈ എന്തായാലും നമുക്ക് ഈ ബാസ്റ്റൺ ഒന്ന് കയറി നോക്കിയേക്കാം. വല്ല ടെംപ്ലേറ്റ് നമുക്ക് ടെംപ്ലേറ്റ് 2 കിട്ടുമായിരിക്കും അല്ലേ?
ചിലതിൽ നിന്നൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ ഗോൾഡ് ബ്ലോക്ക് എടുത്തേക്കും ഗൈസ്. ടെംപ്ലേറ്റ് ഇട്ടുവാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഡയമണ്ടിൻ്റെ അളവ് കുറഞ്ഞ് കിട്ടിയേനെ. ബാക്കി ഡയമണ്ട് നമ്മൾ കുറച്ച് കയ്യിലും കണ്ടേനെ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ മറ്റേ ബ്രൂട്ട് കണ്ട, അയ്യോ നമുക്ക് ഈ ബ്രൂട്ട് കണ്ട പണിയായിരിക്കും ഗൈസ്. ബ്രൂട്ട് അങ്ങനെ തന്നെ, ബ്രൂട്ട് കണ്ട നമ്മൾ ഗോൾഡ് പൊട്ടിക്കുന്ന പണിയായിരിക്കും. നമുക്കിത് ഇവിടെ ഒരു ചെറിയൊരു മറവ് പോലെ ഇത്ര മതി. ഇനി ഇത് പൊട്ടിച്ചിടാം. അവരെ കാണാൻ ചാൻസ് കുറവാണ്. അവരെ നല്ല ദൂരത്താണ് നിൽക്കുന്നത്. ചെറിയ ബാസ്റ്റഡാണോ? അത് ബാസ്റ്റഡ് അല്ലേ, ഇത് ബാസ്റ്റഡ് ആണല്ലോ. ഇവിടെ തന്നെയാണ് ഗൈസ്, കാരണം ഗോൾഡ് ബ്ലോക്ക് വേറെ വേണമെങ്കിൽ കിട്ടൂല, ഇത് ഉറപ്പാണ്. ഇതെന്തൊരു ബാസ്റ്റഡ് ഇത്? നമുക്ക് എന്തായാലും ഇതൊന്ന് മൊത്തം അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. അയ്യോ, ഇതെന്താണ് കണ്ടറിലൊക്കെ ഭയങ്കര പാട്. ഓക്കെ, ഇതങ്ങ് മൊത്തം പൊട്ടിച്ചെടുത്തേക്കാം. താഴെ ഒരെണ്ണം പോയിട്ടുണ്ടോ? ഓക്കെ, ഇപ്പം തന്നെ 11 ഇത് തന്നെ മതി. അയ്യോ അയ്യോ, അത് മറ്റേ ഇവനല്ലേ നിൽക്കുന്നേ? ഇവൻ്റെ പേരിൻ്റെ പിഗ്ലിനല്ലല്ലോ, എന്തൊരു പിഗ്മാൻ, എന്താ സാധനത്തെ പേര് ഗൈസ്. അവൻ നമുക്ക് എന്തായാലും കൊല്ലണം. ഇവനെ എനിക്ക് കാണാൻ ഇഷ്ടമല്ല ഗൈസ്. പിന്നെ നമുക്ക് ഓക്കെ അമ്പുണ്ടല്ലോ. ഓക്കെ, ഇന്നത്തെ സോഡ് വെച്ച് തന്നെ കൊല്ലല്ലേ. അയ്യോ, പറന്ന് തീർന്നു. അപ്പോഴത്തേക്കും പറന്നു വന്നവൻ. ഓക്കെ, ഇവനെ ഒരടിയും കൂടി കിട്ടുമ്പോൾ ചാവടാ. ഓക്കെ, ചത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറേ ബ്ലാക്ക് സ്റ്റോണൊക്കെ ഉണ്ടല്ലോ. ഇതെന്ത്? ഓക്കെ, പില്ലറാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ ബ്രൂട്ട് പറഞ്ഞോ. ഈ ബ്രൂട്ട് തീ വന്ന ചാവും, പിഗ്ലിൻ ചാവത്തില്ലല്ലേ, അങ്ങനെയല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും അയ്യോ എടാ പാവടാ, അവനെ തള്ളിയിട്ട് ഇനി അമ്പ് വെച്ച് നമുക്ക് ഇവനെ തീർക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ഫ്ലെയിം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവൻ കത്തിപ്പിടിക്കുമല്ലോ. കത്തിപ്പിടിച്ച്. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് അമ്പെടുത്ത് എന്തായാലും നന്നേ, അവൻ ഓക്കെ ചത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ താഴത്തോട്ടാണോ മുകളിലോട്ടാണോ ചെസ്റ്റ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മൈൻഡ് ചെയ്ത് നോക്കി. നമുക്ക് ഇനി ഇവിടെ മൈൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ ചെസ്റ്റ് അയ്യോ, ചെസ്റ്റ് സൊണ്ടയും പോയി. ഓക്കെ, ചെസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് ടെംപ്ലേറ്റ് ഉണ്ടോ? സൂപ്പർ. കുറച്ച് ഒബ്സീഡിയനും ശവലും കിട്ടാൻ വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്ത് വന്നത്. ഓക്കെ, ഇതിനകത്തൊരു ഒന്നും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണാമോ? ഇനിയിപ്പോൾ നമുക്കിത് ഓക്കെ ഗൈസ്, നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ ഒന്നും കിട്ടിയില്ല. അവിടെ നിന്ന് ഒബ്സൈഡിനും മറ്റേ ക്രോസ് ബോയ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇതല്ല ക്രോസ് ബോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഒബ്സൈഡിനും ബ്ലാക്ക് സ്റ്റോണും അത് തന്നെ കിട്ടിയത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇനി അങ്ങ് മൈൻഡ് ചെയ്ത് നമുക്ക് ഡിഗ്രി കിട്ടുമോ നോക്കാം ഗൈസ്. ഇത് മിക്കവാറും കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. നമ്മൾ കുറേ അധികം ബെഡ് പൊട്ടിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് കുറച്ച് ബെഡും കൂടി ഒഴിവാക്കി. നമുക്ക് ഈ ബെഡ് കൂടി കിട്ടിക്കാം. നമുക്ക് ഒരു ഡിഗ്രി പോലും കിട്ടില്ല. നമുക്ക് എന്തായാലും ഇച്ചിരി മാറി നിന്ന് പൊട്ടിക്കാം. ഓക്കെ, ക്ലിക്കായിട്ട് കിട്ടി എൻ്റെ പൊന്നെ കിട്ടി. അയ്യോ, ഇത് അണക്കിത്. അയ്യോ, ലാവല. ഫസ്റ്റത്തെ ഡിബിരി ഗൈസ്. ഓക്കെ, ഫസ്റ്റത്തെ ഡിബിരി ഒന്നല്ല രണ്ടെണ്ണം കിട്ടിയെന്ന് തോന്നല്ലേ. തീയൊക്കെ ഒന്നാണ് പെട്ടെന്നാണ് ഇത് അണച്ചിട്ട് കാര്യം. നമുക്ക് ഈ ലാവ് അണയ്ക്കാം. ഇത് എവിടെ നിന്ന് ഇത് വരുന്നത്? ഓക്കെ, ഇവിടെ നിന്നാണ് വരുന്നത്. പെട്ടെന്ന്. ഓക്കെ, ഇത് പൊട്ടിച്ചാൽ ഓക്കെ. ഇല്ല ഈ ലാവെന്ന് പോട്ടെ. ഇതെന്താണിത്? ഒന്ന് പെട്ടെന്ന് പോവാ. ഓക്കെ, പോയിട്ടുണ്ട്. എനിക്ക് ഇനി എടുക്കാം. ഇതെന്താണ്? ഇല്ലെറിയാനും പറ്റുന്നില്ലല്ലോ. അയ്യോ, തീയൊന്നും കത്തിപ്പോവല്ലേ, അതൊന്നും കത്തിപ്പിടിച്ചേക്കല്ലേ. ഗൈസ്, രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ തീയൊക്കെ ഒന്ന് മൊത്തം അണച്ചേക്കാം. ഓക്കെ, ഇത് എൻ്റെ പൊന്നേ ഫൈനലി. ഓക്കെ, അയ്യോ പില്ലെറിയത് ഞാൻ എന്തൊരു മണ്ടനാണ് ഗൈസ്. ടെൻഷനിൽ ചേടാ ഫോണും വർക്കാവുന്നില്ല. ഓക്കെ ടോർച്ചൊന്നും ഇവിടെ വെച്ചേക്കാം. എൻ്റെ പൊന്നേ, എന്തോരം നേരം മൈൻഡ് ചെയ്തിട്ടാണെന്നറിയാം ഇത് കിട്ടിയത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ഡിബിരി നമുക്ക് പൊട്ടിച്ച് എടുത്തേക്കാം. ഓക്കെ, ഇതൊന്നും പൊട്ടാത്ത ഫോർച്യൂണായി കിട്ടുമോ? ഇല്ലല്ലേ, ഇത് ഫോർച്യൂൺ കിട്ടുമല്ലേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ഡിബിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസർ ഡിബിരി. എന്തായാലും മേളോട്ട് പോയിട്ട് ഇതും കൂടി ഒരെണ്ണം പൊട്ടിച്ചേക്ക്. നമ്മുടെ രണ്ടാമത്തെ ഡിബിരിയാണ്. ഓക്കെ, രണ്ടാമത്തെ ഡിബിരിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഓരോന്ന് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സ്ഥലത്ത് നിന്ന് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത മൈനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് 2. ഓക്കെ, ഇത് വെച്ച് 2. ഓക്കെ നമ്മളിത് കുറച്ചുകൂടി അങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. അവിടെ ഒരു എൻ്റെ ആയിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കിത് ഇവിടെ നിന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മൈൻ ചെയ്തിട്ട് ചെയ്യാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ബെഡ് ഒരുപാട് അത് 5 ഡിബിരി അല്ലേ? ഡിബിരി ആണ്. ഇതെങ്ങനെ ഇവിടെ സ്പോണായി? ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ മൈൻ ചെയ്തോടെ പറഞ്ഞ കിട്ടി ഗൈസ്. ഇതിലിവിടെ ബെഡ് വെച്ച് നോക്കാം, വല്ലതും കാണുമോ? ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ഇല്ല. അയ്യോ, ഇതെന്താണ്? അയ്യോ ചേടാ, ക്യാറ്റ് അയ്യോ, എപ്പോൾ ചാവും.
അയ്യോ 2 ഹാർട്ട്. എടാ ചത്ര എടാ ഇത് കോർഡിനേറ്റ് പോലും ഓർമ്മയില്ലടാ എനിക്ക്. അയ്യോ സ്ക്രീൻഷോട്ട് എടുക്കാം. ചാവത്തില്ലെന്ന് തോന്നുന്നു. നോക്കി ഒരു കുഴിയിലോട്ട് നമുക്ക് കിടന്നേക്കാം. ഓക്കെ. അയ്യോ ഓ 1/2 ഹാർട്ട് കേസ്. എൻ്റെ പൊന്നെ 1 ഹാർട്ട്. ഇപ്പം നമുക്കെന്തായാലും ഇനി ലൈഫ് മൊത്തം ഫുള്ളാവട്ടെ കേസ്, അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ ഇവിടെ ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ലേ? ഓക്കെ ഇവിടെ നിന്ന് ഇതെന്താ? പക്ഷേ ആ എടാ ഇതെന്താ? ഓ ഇവർ പിക്കാക്സ് അല്ലല്ലോ പൊട്ടുന്നത്, വെറുതെ അല്ലേ. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ലേ? ഓ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഡിബിരിയാനി ഉണ്ടായിരുന്നുള്ളതെന്ന് തോന്നുന്നു. അതായിരിക്കും നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്തത്. എനിക്ക് ഈ തീയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇടയിലൊക്കെ കാണും ഗൈസ്. പക്ഷേ ഇവിടെ ഒന്നും കാണാൻ വഴിയില്ല. പറയാൻ പറ്റത്തില്ല എവിടേക്ക് ഈ സംഭവം ഒളിച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെയൊക്കെ കളർ ഏകദേശം ഒന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. അത് കോട്ട്സ്. ഓക്കെ അത് കോട്ട്സാണ് ഗൈസ്. ഓക്കെ ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് വേറെയും കുറച്ച് പൊട്ടിക്കണം ഗൈസ്, എന്നിട്ട് നിങ്ങൾ കാണിക്കാം. അതായിരിക്കും നല്ലത്. ഗൈസ് നമ്മൾ എടുക്കുന്ന സ്ഥലമെല്ലാം പെട്ടെന്ന് എൻ്റെ ആയി പോകുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഇത്രയും പെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതെന്താണെന്ന് അറിയത്തില്ല. നമുക്ക് 3 ബാച്ചിലർ ഡിബിരി കിട്ടിയിട്ടുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇതൊന്നും പൊട്ടിച്ചേക്കാം, അല്ലെങ്കിൽ കിട്ടുമോ നോക്കട്ടെ. ഓക്കെ ഇവിടെ നിന്ന് മാറ്റി പൊട്ടിച്ചേക്കാം, അല്ലെങ്കിൽ ചത്തു പൊട്ട്. ഓക്കെ പൊട്ടി. ഓ എൻ്റെ കിട്ടി. എടാ 3 1 2 3 ഗൈസ്. എൻ്റെ പൊന്നെ. ഓ ഇത് എൻ്റെ പൊന്നെ മാറക്കോട്ട്. എടാ ഇതൊക്കെ എങ്ങനെ സ്പൂണാവുന്നത്? ഇത്രയ്ക്ക് റെയർ അല്ലാത്ത സാധനമാണ് ഈ ലാവ എവിടെ നിന്നാണ് വരുന്നത്? ചേടാ ഓക്കെ ലാവ എവിടെ നിന്നാണ് വരുന്നത്? ഇത് എന്തായാലും ഇങ്ങനെ അണച്ചോക്കാം, അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ സോഴ്സ് കാണുന്നില്ല. താഴത്തു നിന്നാണ് ലാവ ഇരിക്കുന്നത്. പക്ഷേ ഇത് പൊട്ടിക്കുമ്പോൾ എന്തിനാ ചുമ്മാ തീ ഇങ്ങനെ വരുന്നത്? ഓക്കെ 3 1 2 അയ്യോ 3 അല്ല. എൻ്റെ പൊന്നെ 3 അല്ല ഗൈസ്. നോക്കിക്കോ 5 6 7 കിടക്കുന്നതിനകത്ത്. എൻ്റെ പൊന്നി ഗൈസ്. ഈ സൈഡ് നിൽക്കുവാണെങ്കിൽ പറയട്ടോ ഗൈസ്. കോർഡിനേറ്റ്സ് സൈഡിൽ കാണാൻ പറ്റില്ല. 642 69 417. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും ഗൈസ്, ഉറപ്പാണ്. ഇത്രയും എൻഷർ ഡിബിരി എനിക്ക് കിട്ടി. മാക്സിമം ഞാൻ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചാൽ ശ്രമിക്കാം ഗൈസ്. നമുക്ക് എന്തായാലും ഇത് പില്ലറിയാനേ പറ്റുന്നില്ലല്ലോ. ഓക്കെ നമ്മുടെ 5ാമത്തെ ഡിബിരി ഓക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 6 അപ്പുറത്ത് 2 പിന്നെ ഇവിടെ 2 7 8 ഡിബിരിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഉള്ളത്. ഓക്കെ ഇവിടെ 2 ഓക്കെ ഇത് പൊട്ടിക്കാൻ പറ്റൂലേ? ഇതെന്തോ ഇത്. ഓക്കെ കൺട്രോളിനൊക്കെ ഭയങ്കര പാട് കേസ്. ഓക്കെ ഓക്കെ മുകളിലോട്ട് കയറിയിട്ട് ഇതെന്താ? ഓക്കെ ഇതങ്ങ് പൊട്ടിച്ചേക്കാം. പക്ഷെ എൻ്റെ പോലെ ഡിബിരി മഴ തിരിഞ്ഞു പോയി. ഓക്കെ നമുക്ക് എന്തായാലും ഇതും കൂടി അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ ഇതും കൂടി ഓക്കെ 8 ആയിട്ടുണ്ട് ഇപ്പം തന്നെ. നമുക്ക് ഈ മുകളിലത്തെയും കൂടി അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ഇപ്പം മൊത്തം ഓക്കെ 9 ഡിബിരി കേസ്. നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത് 4 ആയിരുന്നു. എക്സ്ട്രാ 5 6 7 8 4 എക്സ്ട്രാ കിട്ടി. 4 5 6 എങ്ങോട്ട് എക്സ്ട്രാ കിട്ടി കേസ്. ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ലല്ലോ, അത് കോട്ട്സാണ്. ഓക്കെ ഇത്ര ഉള്ള കേസ് ഇവിടെ തന്നെ. നമുക്ക് എന്തായാലും താഴത്തോട്ട് മൈൻഡ് ചെയ്തോണം. ഇനി ഈ ബ്ലോക്ക് ഒന്ന് എടുത്തേക്കാം. താഴത്തോട്ട് പോകണം ഇനി, അതോ ഇവിടെ നിന്ന് തന്നെ മൈൻഡ് ചെയ്യാമല്ലേ? ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് അങ്ങ് മൈൻഡ് ചെയ്ത് പോവാം. ഓക്കെ ഇനി വല്ലതും കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഈ നമുക്ക് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി കിട്ടുമ്പോൾ നമുക്ക് 9 എണ്ണമായി. ഇതെന്താ പൊട്ടാത്തേ? ഓക്കെ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് മൊത്തം ആൻസർ ഡിബിരി ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ട ഗൈസ്. ഓക്കെ എന്തായാലും മൊത്തം ആൻസർ ഡിബിരി ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ് ഇവിടെ നമ്മൾ കുറച്ച് 3 കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് 23 ആയിട്ടുണ്ട്. ഓക്കെ ഇത് കൂടി പൊട്ടിക്കുമ്പോൾ നമുക്ക് 24 നമുക്ക് മൊത്തം 26 വേണം. 26 നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ 26 കിട്ടുമോ? ഇതിന് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ 26 ആവുമല്ലോ. ഓക്കെ 25 ഇത് അവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ 26 ആവണമല്ലോ. 26 ആണ്. 26 ആയാൽ മതിയെന്ന് തോന്നുന്നു. നമുക്ക് ഒരു സോഡിയം കൂടി ഇടാം. ഓക്കെ നമ്മളിതും കൂടി പൊട്ടിച്ചപ്പോൾ 26 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകണം. കുറച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ടെങ്ങനെ പോകാമോ? അതൊരു വല്ലാത്ത പണിയായി. എന്തായാലും നിങ്ങളെ വീട്ടിലെത്തിച്ചിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ വീട് നിൽക്കുന്ന കോർഡിനേറ്റ്സിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ എന്താ പറയുക, നമ്മൾ കുറച്ച് ഗോൾഡ് ഇരിപ്പുണ്ട് തരാം. ഇതാണ് ഞാൻ നേരത്തെ താഴെ വീണ ഗോൾഡ്. ഇതാവാൻ വഴിയില്ല, ഇത് പൊട്ടിച്ച് നോക്കാം. ഓക്കെ ഇതല്ല. ഓഫ് അവിടെ വരുന്നതിന് മൊത്തം 3 പിടിച്ചാണ് ഗൈസ്. ഈ നെതറിൽ ഡിബിരി മൈൻഡ് ചെയ്യാൻ പോകുന്നത് മൊത്തം ഭയങ്കര പണിയാണ് ഗൈസ്. നമുക്ക് ഇത് മൊത്തം അങ്ങ് എടുത്തേക്കാം. ഓക്കെ ഇതെന്താ കൈ കിട്ടാത്തേ? ഓക്കെ കൈ കിട്ടിയിട്ടുണ്ട്. ഇത്ര നേരം മതിയായിരിക്കും അല്ലേ? ഇത് വേറെ വഴിയിലുണ്ടോ?
ഓക്കെ നമ്മുടെ ഇൻവെൻട്രിയിൽ ഇപ്പോൾ എത്ര കാണും ഡിസ്റ്റൊക്കെ കാണൂല്ലേ ഇൻവെൻട്രി. ഓ നമ്മുടെ കയ്യിൽ ഗോൾഡ് ബ്ലോക്ക് ഉണ്ടല്ലേ പറഞ്ഞല്ലോ, അത് മാത്രമേ അയണിങ് കിട്ട ഒരു 1.5 സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ എന്താ പോകേണ്ടത്, ഇവിടെ സ്ലാബ് ഇരിക്കും പൊട്ടിച്ചോ. ആക്സ് എടുത്തില്ല പക്ഷേ ഇതെന്താ. ഓ ഇവിടെ ബ്ലോക്ക് ഉണ്ടല്ലേ, ഇത് പൊട്ടിച്ചാൽ മതിയാ. ഓ കയറാൻ പറ്റില്ലേ. നമുക്ക് എന്തായാലും ഈ ഡെർട്ട് പൊട്ടിച്ചിട്ട്, ഡെർട്ട് എന്തിനാ പൊട്ടിക്കുന്നത്, എൻ്റെ കയ്യിൽ നെതറൊക്കെ ഉണ്ടല്ലോ, അത് ചെറിയ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്തായാലും കയറാം. നമ്മളെന്തോ മണ്ടത്തിൽ കാണിച്ചാണ്. ഓക്കെ ഇവിടെ പാർക്ക് ഓവർ കിങ് ആണ് നമ്മൾ, നിങ്ങൾക്കറിയാം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മോഡ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയട്ടെ, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഇത് ഓക്കെ നമുക്ക് എന്തായാലും നമ്മൾ ഈ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫുൾ നെതറൈറ്റ് ആർമർ പ്ലസ് ഏതെങ്കിലും ഒരു ടൂൾ നമുക്ക് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ട് രാത്രിയാണോ അല്ലല്ല രാവിലെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്കിത് മൊത്തം, അയ്യോ എൻ്റെ പൊന്നെ ഇതിവിടെ നെതർ മൊത്തം തീയാണ് കൈസ്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പിന്നെയും തീ. ഓക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് മൊത്തം സ്മെൽറ്റ് ചെയ്യണം. അയ്യോ എൻ്റെ പൊന്നെ ചെന്ന് പെട്ടെന്ന് പോകുമായിരുന്നു. ഇത് സ്മെൽറ്റ് ചെയ്തിട്ട് മറ്റേ അയണിങ് കെട്ടും വെച്ച് ഈ ഓക്കെ ഇവനെ മൾട്ടി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ മൾട്ടി ഷോട്ട് ഇടണം ഇങ്ങനത്തെ എന്തെങ്കിലും മൾട്ടി ഷോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഈ സോംബിനെ നമുക്ക് എന്തോന്നറിയാം പോകാത്ത, നമുക്ക് ഈ വാളേച്ചനെ അല്ലെങ്കിൽ കൊല്ലാൻ പറ്റില്ല. ഓക്കെ ചത്തലുണ്ട് ഒറ്റ ഷോട്ട്. ഇനി നമുക്ക് ഇത് ഡിബിരി സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടാക്കണം. ഓക്കെ താഴത്തോട്ട്. ഓക്കെ ഈ പ്രാവശ്യം ഫസ്റ്റ് ട്രൈ. കോളുണ്ടല്ലോ ഫർണസിൽ. ഓക്കെ ഉണ്ട് കുറച്ചതിലൊക്കെ കോളുള്ളൂ. എനിക്കിപ്പോൾ ഡിബിരി ഡിബിരി സ്മെൽട്ട് ആവട്ടെ. ഓക്കെ ഗൈസ് ഇതെന്താ. ഓക്കെ നമുക്കിത് ഇതിൽ നിന്ന് 8 എണ്ണം കൂടി എടുക്കുമ്പോൾ നമുക്ക് 26 ഡിബിരി നമ്മളങ്ങനെ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ഇതില്ല. ഓക്കെ മറ്റേ എന്ത് സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, ഇങ്ങോട്ടാക്കണം. ഗോൾഡ് ബ്ലോക്ക് നമുക്ക് ഇങ്ങോട്ടാക്കണം. ഇങ്ങോട്ട്. ഓക്കെ ഓ 1.5 സ്റ്റാക്കിന് മേലെ കിട്ടുമല്ലേ. ഓ ഇത് ഇങ്ങോട്ട് വെച്ച ദിവസം നമുക്ക് 1.5 സ്റ്റാക്കിന് നഗറ്റ് വെച്ച് നമുക്ക് 1.5 സ്റ്റാക്കിന് മേളിൽ കിട്ടി. നമുക്ക് ഈ ബ്ലോക്ക് കിട്ടുവാണെങ്കിൽ ഓ ബ്ലോക്കും കൂടി കോട്ടിയല്ലേ അവർ പറഞ്ഞത്, വെറുതെ അല്ല ഞാൻ വെച്ച് ഇങ്ങനെ കിട്ടുമോ. ഓക്കെ 6 ഇങ്ങോട്ട് ഉണ്ടാക്കാം കൈസ്. 6 ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ആർമർ 4. ഓക്കെ നമുക്ക് ഒരു ഓക്കെ കയ്യിലുള്ള നമ്മുടെ സോഡിനും മറ്റേ പിക്കാക്സിനും നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഡയമണ്ട് എടുത്തേക്കാം. നമ്മുടെ ടെംപ്ലേറ്റ് എടുത്തേക്കാം, സ്മിത്തിങ് ടെംപ്ലേറ്റ് അങ്ങനെ ഉണ്ട് ഇതിൻ്റെ പേര്. ഓക്കെ 1 സ്റ്റാക്ക് നമ്മളൊരു 10 എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് നെതറാക്ക് മതി എന്ന് തോന്നുന്നു. നെതറാക്കാണത് ബ്ലാക്ക് സ്റ്റോൺ ആണ്, എന്ത് സംഭവമാണ്. ഓക്കെ ഇതിന് ടെംപ്ലേറ്റ് എന്ന് അടിച്ചാൽ വരുമോ പക്ഷേ ടെംപ്ലേറ്റ്. ഓക്കെ ടെംപ്ലേറ്റ് നല്ല എൻ്റെ പേര്. നമുക്ക് ഈ ഓൾ കൊടുത്തു നോക്കാം. ഓക്കെ ഇതേ വന്നിട്ടുണ്ട്. 2 ചെയ്യാൻ പറ്റത്തുള്ള അത് ഇത്ര ഡയമണ്ടല്ലോ. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ സ്മിത്തിങ് ടെംപ്ലേറ്റ് എന്നതിൻ്റെ പേര്. പിന്നെയും വന്ന് 4 എണ്ണം. ഓക്കെ നമുക്ക് ഓക്കെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇപ്പം എത്രണ്ണായി, ഇപ്പം 4 എണ്ണമായി. ഒന്നുകൂടി ചെയ്ത് നോക്കാം. പിന്നെ 8 എണ്ണം കാണും. ഇതൊന്നും ഇങ്ങനെ. ഓക്കെ ഇത് ഇപ്പം 4 എണ്ണം ആയുള്ളൂ. നമുക്ക് 2 എണ്ണം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ 6 എണ്ണാവണ്ടേ. ഇപ്പം എത്ര എണ്ണം ഉണ്ട്, ഇപ്പം 5 എണ്ണം ഉള്ളല്ലോ. അതെന്താ അങ്ങനെ. ഓ നമുക്കിനി എത്ര എണ്ണം കൂടി വേണം, 5 എണ്ണം. നമുക്കിനി 2, 6, 7 എണ്ണം കൂടി വേണം. ഓക്കെ നമുക്കൊരു ഇതിപ്പോൾ എത്ര എണ്ണമായി. ശരി എന്താ ഓ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടാണ് വിഷയം. ഓ ഈ വഴി വലുതാക്കാന്ന് വെച്ചാൽ വീട് വൃത്തിയുടെ ഇപ്പം കഴിച്ചു, അതാണ് വിഷയം. എന്തായാലും നമ്മുടെ വാല്യുബിൾ ലിസ്റ്റ് ഒരെണ്ണം നമുക്ക് 7 എണ്ണം ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഡയമണ്ട് നമുക്ക് ബാക്കി 1.5 സ്റ്റാക്ക് ബാക്കിയുണ്ട്, കറക്റ്റ് 1.5 സ്റ്റാക്ക്. ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റി നമ്മുടെ ഇതിൽ വെച്ചേക്കാം. നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം ഗൈസ്. ഓക്കെ നമുക്കിത് ഈ ചവറൊക്കെ ഒന്ന് മാറ്റിയേക്കാം ഗൈസ്, ഈ നെതറാക്കും ഇതൊക്കെ. ഓക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിത് ഈ ബ്ലാക്ക് സ്റ്റോൺ അല്ലേ. ഓക്കെ ബ്ലാക്ക് സ്റ്റോൺ ആണ്. പിന്നെ ഈ കോട്ട്സ് ഇങ്ങോട്ടൊക്കെ നമുക്ക് വാല്യുബിൾ ചെസ്റ്റ് വെക്കാം. ഓക്കെ വുഡിൻ്റെ ഇത് പിന്നെ നെതറാക്ക് കുറേ ഉണ്ട്. എൻ്റെ പിന്നെ നെതറാക്ക് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ ഇതുണ്ടായിരുന്നില്ലേ ഡീപ് സ്ലൈറ്റ്. പിന്നെ ഞാൻ എന്തിനാണ് നെതറാക്ക് എടുക്കാൻ പോയത്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഹെൽമെറ്റ് അല്ല ഈ ഗോൾഡ് എടുത്ത് അതിനകത്ത് വെച്ചേക്കാം. ഓക്കെ ഇതെന്താ റോട്ടം ഫ്രഷ് എല്ലാ സെറ്റല്ലേ. ഓക്കെ ഈ ഡയമണ്ട് ഈ ക്രോസ് ബോ വെക്കണം, മറ്റേ ഇതിൽ വെക്കാം. എൻ്റെ പേര് ഈ ടൂൾ വെട്ടി. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഹെൽമെറ്റ് ഒന്ന് മാറ്റിയിട്ട് എന്നിട്ട് ഈ ഹെൽമെറ്റും കൂടി ഇതിനകത്ത് വെച്ചേക്കാം. ഓക്കെ ഈ റോട്ടം ഫ്ലഷ് ഇവിടെ അല്ലല്ല, ഇങ്ങോട്ട് മുകളിലായിട്ട്. ഓക്കെ ഈ റോട്ടം ഫ്ലഷ് വേസ്റ്റ് പെട്ടി. ഓക്കെ ശേ വേസ്റ്റ് പെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഇങ്ങോട്ടും കറക്റ്റ് ഇങ്ങനെ വെച്ചേക്കാം നമ്മുടെ ടോർച്ച്. ഇനി നമുക്ക് ഈ ഒരു വാല്യുബിൾ ഈ സ്ക്രാപ്പ് കൂടെ എടുത്ത് വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ ഇൻവെൻറ്ററി ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി നമ്മുടെ സ്മിത്തിങ് ടേബിൾ എടുത്തിട്ട് പോകാം. നമ്മൾ സ്മിത്തിങ് ടേബിൾ സെപ്പറേറ്റ് ഉണ്ടാക്കണ്ട, നമ്മൾ ഓൾറെഡി നമ്മളിവിടെ ഒരു വില്ലേജർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് വയ്യ.
ഓക്കെ ഇനിയിപ്പോൾ നമുക്കിത് ഇതൊന്നും വെക്കാൻ പറ്റാത്തേ ശേ നമുക്ക് ആർമർ അയച്ചേക്കാം ഒരു പിന്നെ ആർമർ അയച്ചിട്ടുണ്ട്. ഓക്കെ ഇനിയിപ്പോൾ നമുക്കിത് ഇത് വെക്കാം. ഓക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഫസ്റ്റ് നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെ ചെയ്തേക്കാം. ഓക്കെ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ കളർ കണ്ട കേസ് എൻ്റെ എസ് നമ്മൾ ട്രിമ്മൊന്നും എടുത്തിട്ടില്ല. ട്രിമ്മൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം കേസ്, അതായിരിക്കും നല്ലത്. ഓക്കെ നമ്മളിത് പാൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെൽമെറ്റ് കറക്റ്റ് തികയുമല്ലോ അല്ലേ? ഓക്കെ ഈ ബൂട്ട് ഓക്കെ നമ്മുടെ ആർമർ മൊത്തം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മറ്റേ സോഡ് കൂടി ചെയ്തേക്കാം. ഓക്കെ പിക്കാക്സ്. ഓക്കെ ഗായ്സ് നമ്മളങ്ങനെ നമ്മുടെ നെതറൈറ്റ് നമ്മുടെ ഇതിലുള്ള വെച്ച് നമ്മുടെ പിക്കാക്സും സോഡും നമ്മുടെ ഫുൾ ആർമർ സെറ്റ് നമ്മൾ നെതറൈറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്കിത് ഫസ്റ്റ് പേഴ്സൺ നമുക്ക് തേർഡ് പേഴ്സണിലോട്ടാക്കാൻ നമുക്ക് മര്യാദ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ സ്റ്റീവല്ല നമ്മുടെ MD ക്ലിക്ക് വെച്ച് നമ്മൾ നെതറൈറ്റ് അറിവ് ഇടാൻ പോവാണ്. നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ നെതറൈറ്റ് ആർമർ ആയി ഗൈസ്. നമുക്ക് തിളക്കം കണ്ട ഗൈസ് നമ്മുടെ നെതറൈറ്റ് ആർമർ പ്ലസ് നമ്മുടെ സോഡ് നമ്മുടെ പിക്കാക്സ് ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ഇന്നത്തെ കോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യും. നമ്മൾ ഇനി തൊട്ട് മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. സ്കൂളൊക്കെ തുറന്നുകൊണ്ടാണ് ഗൈസ്. ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ ഡ്രാഗനുമായിട്ടുള്ള പൊരിഞ്ഞ ഫൈറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ ബൈ.